നല്ല ചൂടാണ്. കണ്ടോ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇതുകൊണ്ടോ തീർത്ത് കട്ടി കുറവാണ്. ഇതുണ്ടോ നല്ല കട്ടി കുറഞ്ഞ് നല്ല ഇതായിട്ടുണ്ട് ചൂട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒന്ന് കമൻറ്റൊക്കെ ഒന്ന് പറയണം കേട്ടോ. നമ്മൾ വേണ്ട ഇതൊരു 1/2 കിലോ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊഴിക്കാം. വേണ്ട വെള്ളം തിളപ്പിച്ചെടുത്ത വെള്ളമാണിത്. നമ്മൾ ഇച്ചിരി ഏറെ വെള്ളം ഉപയോഗിച്ച് അല്പം ഒന്ന് ലൂസാക്കി എടുക്കണം. നമുക്ക് തീർത്ത് കനം കുറച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ വെള്ളം പോരാ, നമുക്ക് കുറച്ചും കൂടി വെള്ളം ഞാൻ വേണ്ട മാവ് വേണ്ടത് ഈ പരുവത്തിലാണ് കുഴച്ചെടുത്തേക്കുന്നത്. കണ്ടോ ഈ പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല തീർത്ത് നൈസായിട്ട് നമുക്ക് ഇലയ്ക്കകത്ത് പരത്താൻ പറ്റും. വേണ്ടേ നമ്മളപ്പം മാവ് കുഴച്ച് വെച്ചു. ഇനി നമുക്കതിനകത്ത് ചേർക്കാനായിട്ടുള്ള നമ്മുടെ വേണ്ട തേങ്ങ, ഇതൊരു 1/2 മുറി തേങ്ങയാണ്. അതിനകത്ത് ഞാനൊരു ഒരു പിടി ഇതങ്ങ് ചേർത്തേക്കാം. വേണ്ട അവല് നമുക്ക് രണ്ടും കൂടി നല്ല പോലെ ഒന്ന് കുഴച്ചിട്ട്, അപ്പോൾ വേണ്ട നമ്മുടെ അവലും തേങ്ങയും കൂടെ ഞാൻ നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ടുണ്ട്. അതിനകത്തോട്ട് വേണ്ട ഞാനിത് ഒരു കട്ട ശർക്കരയല്ല, ഇത് നമ്മൾ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കൂടിയ ശർക്കരയാണ് പറഞ്ഞത്. വേണ്ട ഈ ശർക്കരയാണ്, ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് നല്ലപോലെ അരിച്ചൊക്കെ എടുത്ത ശർക്കരയാണ്. ഈ ശർക്കരയാണ് ഞാനിന്നത് ചേർക്കാൻ പോകുന്നത്. നമ്മൾ ആവശ്യത്തിന് ചേർക്കാം. കുറച്ചുകൂടി ചേർക്കാം, നമുക്ക് നല്ല മധുരം വേണ്ടേ. ഇനി നമ്മൾ ചതച്ച വേണ്ട ഏലക്കായും ഒരു 4-5 ഏലക്കായും എടുത്തിട്ടുണ്ട്. ജീരകവും കൂടെ ചതച്ച ഏലക്കായും ജീരകവും കൂടെ ചേർത്ത് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ട ഇലയിലേക്ക് പരത്താം. നമ്മൾ തീർത്ത് നൈസായിട്ട് വേണം പരത്താൻ. അപ്പം നല്ല അതിനാണ് ഈ മാവ് ഇത്രയും ലൂസാക്കി എടുത്തത്. നമുക്കിനി ഇതെല്ലാം ഇതുപോലെ നമുക്ക് തീർത്ത് നൈസായിട്ട് നമുക്ക് ഈ ഇലയിലെല്ലാം ഈ മാവ് പരത്തി വെക്കാം. ഇതുപോലെ തീർത്ത് ഞാനിതിപ്പോൾ ഒരു 1/2 കിലോയാണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ളത് ഉണ്ട്. നമുക്കിത് എല്ലാം പരത്തി ഇനി ഇതുപോലെ നമ്മുടെ ഇഡലി പാത്രത്തിലോട്ട് വയ്ക്കാം. അപ്പോൾ അത് എല്ലാം മാവും നമ്മൾ മുഴുവൻ ഇലയിലും പരത്തി വേണ്ട ഇതൊരു അപ്പച്ചെമ്പ് നിറച്ചുണ്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് നല്ല പോലെ പുഴുങ്ങി എടുക്കാവേ. അപ്പോൾ നമ്മുടെ വേണ്ട ഇലയട റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ വേണ്ട ഇത് കാണുന്നവരെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടെ വേണേ. അപ്പോൾ നമ്മുടെ ഇലയട എങ്ങനെ ഉണ്ടെന്ന് നോക്കാവേ. വേണ്ട നമ്മുടെ ഇലയട നല്ല പോലെ
നല്ല ചൂടാണ്. കണ്ടോ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇതുകൊണ്ടോ തീർത്ത് കട്ടി കുറവാണ്. ഇതുണ്ടോ നല്ല കട്ടി കുറഞ്ഞ് നല്ല ഇതായിട്ടുണ്ട് ചൂട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒന്ന് കമൻറ്റൊക്കെ ഒന്ന് പറയണം കേട്ടോ. തീർത്തും നൈസാണ്. നമ്മുടെ നാക്കലൊക്കെ ഇട്ട് അലുത്ത് പോകുന്ന കണക്കാണ്. അപ്പം നല്ല രുചിയുമുണ്ട്. നമുക്ക് അടുത്ത നല്ല ഒരു വീഡിയോയും വരാം. ബൈ.